പ്രഷറുണ്ട്. ഇത് എന്നെ ഇഷ്ടമുള്ളവർക്കും എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രായമായ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഇരയാക്കപ്പെടുന്നു? എപ്പോഴും നമ്മുടെ പേര് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് സാധാരണ മനുഷ്യന് തോന്നുന്ന എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും എനിക്ക് തോന്നാറുണ്ട്. ഒരു മീൻകാരനാണ്, കൊച്ചിയിലെ വീട്. ഇവിടെ മീൻ പിടിക്കാൻ പോകാൻ നേരത്ത് കടൽക്കാക്ക വരും. എന്താ അറിയോ, പിടിക്കണ മീനൊക്കെ ചിലപ്പോൾ ഇത്തിരി കിട്ടിയാലാന്ന് വിചാരിച്ചു. അത്ര പറയാനുള്ളൂ. അതിനെ സെൻസേഷനിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഡസൻറ്റ് സെർവ് ദ പർപ്പസ്. നല്ല ചായ ഉണ്ടാക്കാൻ നേരത്ത് അരിപ്പയെ കൂടെ ഒഴിക്കാൻ നേരത്ത് കുറേയൊക്കെ പെട്ടതിനകത്ത് അരിപ്പയിലാവില്ല. നല്ല ചായ മാത്രമല്ല അടി വീഴുള്ളൂ. ഞാനിപ്പോൾ നല്ല ചായ കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ സിനിമ ഉണ്ടാക്കുകയും പാട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു എൻ്റർടൈനറാണ്, ശ്രീനാഥ് ബാസിയാണ്. സോ ഐ ടേക്ക് ഇറ്റ് ഈസി ബ്രോ. ബാസി എന്ന വ്യക്തിയുടെ അഭിനയത്തിനേക്കാൾ ഉപരി ഒരു പേഴ്സണൽ ഒരു തങ്ങളുടെ നെഗറ്റീവ് സൈഡ് മാത്രം എല്ലാവരും കാണാൻ വേണ്ടി പർപ്പസ്ഫുള്ളി അങ്ങനെ താല്പര്യപ്പെടുന്നു തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്, പക്ഷെ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പിടിക്കുന്നു? താങ്കളുടെ നന്മകളൊന്നും ആരും, രണ്ട് വശങ്ങൾ, എന്ത് കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഈ ഒരു വശം മാത്രം ആളുകൾ ചിന്തിക്കുന്നു, മറ്റൊരു വശത്തിനെ പറ്റി ആൾക്കാർ ബോധേഡാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പർപ്പസ്ഫുള്ളി എന്താണ് ഇരയാക്കപ്പെടുന്നു തോന്നിയിട്ടുണ്ടോ? അല്ല, എൻ്റെ കയ്യിലൊരു മീനിൻ്റെ ടാറ്റു ആണ്. ഒരു മീൻകാരനാണ്, കൊച്ചിയിലെ എൻ്റെ വീട്. ഇവിടെ മീൻ പിടിക്കാൻ പോകാൻ നേരത്ത് കടൽക്കാക്ക വരും, കൂടെ പറന്ന് വരും, ബോട്ടിൻ്റെ കൂടെ. എന്താ അറിയോ, പിടിക്കണ മീനൊക്കെ ചിലപ്പോൾ ഇത്തിരി കിട്ടിയാലാന്ന് വിചാരിച്ചു. അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. മറ്റൊരു ചോദ്യമുള്ളത്, ഈ കരിയറിന്റെ അല്ലെങ്കിൽ ലൈഫിന്റെ ഉയർച്ച താഴ്ചകളെ എങ്ങനെ നോക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? സിമ്പിൾ. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ജീവിക്കുന്നത്. വളരെ സാധാരണക്കാരനാണ്, എല്ലാവരും പോലെ, നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരെയും പോലെ ഇവരെല്ലാവരെയും എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ എല്ലാം ഒതുങ്ങിയ എല്ലാം ഉള്ളവർക്കുമല്ല, എന്നാൽ ഒന്നുമില്ലാത്തവനുമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒരു മാനുഷികമായ കുറവുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ. യെസ്, എൻ്റെ ജോലി ഇതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഇടയിൽ നമ്മുടെ പേരുകളൊക്കെ വന്ന് വലിച്ചിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മീഡിയയുടെ ഈ പറയുന്ന പ്രഷറുണ്ട്. ഇത് എന്നെ ഇഷ്ടമുള്ളവർക്കും എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രായമായ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളും. എന്താ പറയുക, കുറേ നാൾ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ സെൻസേഷണലിസത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് പരിപാടിയിലേക്ക് വരുമ്പോഴും നമ്മളെല്ലാവരെയും എപ്പോഴും നമ്മുടെ പേര് വലിച്ചിടുമ്പോഴത്തേക്ക് സാധാരണ മനുഷ്യന് തോന്നുന്ന എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും എനിക്ക് തോന്നാറുണ്ട്. എല്ലാ താഴ്ചകളും, അതിനെ താഴ്ചയും, അതിന് ഒരു ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്ന തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ എനിക്ക് ഇപ്പുറത്തിരിക്കണമായിരുന്നു. വളരെ ഗ്രൗണ്ടഡായിട്ട് ഇതിനെ മുന്നോട്ട് വളരെ എന്താ പറയുക, സൗമ്യമായി എല്ലാവരെയും സ്നേഹത്തോടെ, ഇങ്ങോട്ട് എനിക്ക് തന്നിരിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ എല്ലാവർക്കും തിരിച്ചു കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഇനിയും നല്ല കഥാപാത്രങ്ങൾ എഴുതി ഈ നാട്ടിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. It is too much. I think Kerala needs to chill out, ഈ പിള്ളേരെയൊക്കെ ഒന്ന് വെറുതെ വിട്ട് സമാധാനമായിട്ട് ഇത്തിരി. ഐ തിങ്ക് നമുക്ക് അതിൻ്റെയും വലിയ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റേതായ രീതികളും അതിൻ്റേതായ റൂൾസും എല്ലാം ഉണ്ടല്ലോ. നമ്മളപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ വലിച്ച് ഇറക്കാൻ നേരത്ത് അതിൻ്റേതായ കാര്യങ്ങൾക്ക് വിടണം. അതിന് എന്താ പറയുക, അതിനെ സെൻസേഷനിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഡസൻറ്റ് സെർവ് ദ പർപ്പസ്. അപ്പോൾ പിന്നെന്താ, ഇഷ്ടമാണെന്നാണ് എന്താ പറയുക, ജീവിക്കണ്ടേ ആൾക്കാർക്ക് പോലെ അല്ലേ? അപ്പം ഞാനും അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും മീഡിയ വളരെ റോങ് ആയിട്ടാണ് കാണാം. എനിക്ക് അങ്ങനെയല്ല, ഇതെൻ്റെ ജോലിയാണ്. എനിക്ക് എൻ്റെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, എനിക്ക് ആൾക്കാരോട് സംസാരിക്കണം. എനിക്കും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ദേഷ്യത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയനോട് പേടിച്ചിട്ടും അങ്ങനെ ഒന്നൊരു കാര്യമില്ല. ഐ ഹാവ് ടു ഡു മൈ ജോബ് ആസ് വെൽ. സോ ഐ ടേക്ക് ഇറ്റ് ഇൻ എ വെരി, എൻ്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ സിനിമ ഉണ്ടാക്കുകയും പാട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു എൻ്റർടൈനറാണ്, ശ്രീനാഥ് ബാസിയാണ്. സോ ഐ ടേക്ക് ഇറ്റ് ഈസി ബ്രോ.
ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഈ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കളെ അഭിനയിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഓഫ് കോഴ്സ് എല്ലാവരും പോലെ തന്നെ അല്ലേ. അപ്പോൾ അവരെപ്പോഴും കൂടെ നിർത്തുന്നുണ്ടോ അതെയോ അകറ്റി നിർത്തുകയാണോ ചെയ്യാറ്? ചില സുഹൃത്തുക്കളെ നമ്മൾ ഓക്കെ ഇയാളല്ല എന്നറിയാം, പക്ഷെ എന്നാൽ അയാളെ മാറ്റി നിർത്താറില്ല. എങ്ങനെയാണ് ബാസിയുടെ ഒരു സൗഹൃദം? നല്ല ചായ ഉണ്ടാക്കാൻ നേരത്ത് അരിപ്പയെ കൂടെ ഒഴിക്കാൻ നേരത്ത് കുറേയൊക്കെ പെട്ട മറ്റേനകത്ത് അരിപ്പയിലാവില്ല. നല്ല ചായ മാത്രമല്ലേ അടി വീഴുള്ളൂ. ഞാനിപ്പോൾ നല്ല ചായ കുടിച്ചോണ്ടിരിക്കണേ. ഓക്കെ.